ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് വാഴയ്ക്ക ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും, അല്ലെങ്കിൽ കുറേ അധികം സമയം എടുക്കും, നന്നായിട്ട് ഫ്രൈ ആയി ഒന്നും വരില്ല. ഇപ്പോൾ 1-2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കണേ. വെള്ളം ഒട്ടും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. വെള്ളം കംപ്ലീറ്റ്ലി കളഞ്ഞിട്ട് വേണം മാറ്റി വെക്കാനായിട്ട്. പിന്നെ ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഇതിന് വേണ്ട ഒരു സിമ്പിൾ മാരിനേഷൻ റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവിടെ എരിവുള്ളതും എരിവില്ലാത്തതും രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് ജീരകപ്പൊടി. ഗരം മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂണും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ വളരെ കുറച്ച് നാരങ്ങ നീര്, അല്ലെങ്കിൽ ഒരു 1/2 നാരങ്ങയുടെ നീരെടുക്കാം. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് ഇതൊരു ബാറ്റർ ആക്കി റെഡിയാക്കി എടുക്കണേ. അതായത് ദോശമാവ് പോലെ ലൂസായിട്ടല്ല, പക്ഷെ നമ്മൾ സാധാരണ മീൻ പൊരിക്കാനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കില്ലേ, അതേപോലെ ഉള്ളൂ, അത്രേ ഉള്ളൂ കേട്ടോ. ഇത് ശരിക്കും മീനില്ലാത്ത ഒരു മീൻ ഫ്രൈ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതല്ല നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ വെറും കാശ്മീർ റെഡ് ചില്ലി പൗഡർ മാത്രം യൂസ് ചെയ്യുക, അപ്പോൾ നല്ല കളർ ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു കളർ കാരണം വെച്ചാൽ ഞാൻ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഓരോ വാഴയ്ക്കൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഞാനൊരു 10 മിനിറ്റ് മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ മാറ്റി വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കാരണം വാഴയ്ക്ക ഓൾറെഡി വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരുപാട് സമയം മാറ്റി വെക്കേണ്ട ഒരു നിർബന്ധവും ഇല്ല. അപ്പം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. എന്തായാലും ഒരു 15 മിനിറ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ എല്ലാ വാഴയ്ക്കലും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ സാധാരണ മീൻ പൊരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റും മണവും ഒക്കെ ഇല്ലേ, അത് തന്നെയായിരിക്കും. പിന്നെ ഇതൊരു അടിപൊളി കോംബോ ആണ്, രസത്തിനൊക്കെ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. ഇതാ ഇങ്ങനെ തിളച്ച എണ്ണയിലേക്ക് ഓരോന്നും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് അധികം സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഓൾറെഡി വെന്തതാണ്. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഫ്രൈ ആക്കി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കരിവേപ്പിലൊക്കെ വെതറി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ മീൻ വറുക്കുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എന്നിട്ട് ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതിയേ. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം വാഴയ്ക്ക ഓൾറെഡി വെന്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓവർ കോട്ടിങ് വേണ്ട. ഒരുപാട് കോട്ടിങ് ആയിട്ടുണ്ടെങ്കിൽ മസാല കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ ഒരു നമ്മുടെ വാഴയ്ക്ക ഫ്രൈ ഉണ്ടല്ലോ, രസത്തിൻ്റെ കൂടെ, സാമ്പാറിൻ്റെ കൂടെ, എന്ത് വെജിറ്റബിൾ കറിയുടെ കൂടെയും കിഡു കോംബോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതായിട്ട് ടൊമാറ്റോ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കപ്പലണ്ടി ഇട്ട് കൊടുത്തു. 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. പക്ഷേ നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റവ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. ആ കപ്പലണ്ടിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി കിട്ടുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഞാനിവിടെ ഒറ്റയടിക്ക് അങ്ങ് ചെയ്തെന്ന് മാത്രം, പണി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ കളർ മാറുന്നവരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണേ. നമ്മുടെ ഈ ഉപ്മാവിനകത്ത് ഉള്ളിയും തക്കാളിയും ഒന്നും കടിക്കാനായിട്ട് അങ്ങനെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. പിന്നെ ഞാൻ ആദ്യമേ കാഷ്യൂനട്ട് ചേർക്കണമായിരുന്നു, അത് മറന്നു. അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തു. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഉള്ളിയുടെ കളറൊക്കെ മാറി ഒന്ന് ചുരുങ്ങി വരുമല്ലോ. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും വഴറ്റുന്നുണ്ട്. പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണേ. ആ ഒരു റോ സ്മെല്ല് പോയി കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ജാറിലിട്ട് അടിച്ചിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഉപ്മാവിനൊരു കളർ കിട്ടും, ഒരു റെഡ് കളർ വരും. അതല്ല നിങ്ങൾ തക്കാളി അരിഞ്ഞിട്ടാണ് ചേർക്കുന്നതെങ്കിൽ അത്ര അങ്ങോട്ട് കളർ ഉണ്ടാവില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലേ. തക്കാളി അരച്ച് ചേർത്തുകൊണ്ട് തന്നെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്മാവിന് വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണല്ലോ എടുത്തേക്കുന്നത്, അതുകൊണ്ട് 3 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം. കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ചൊരു വാട്ടറി ടൈപ്പ് ഉപ്മാവാണ്, അതുകൊണ്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ്, അതായത് 2 കപ്പ് ചേർത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു നുള്ള് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 1/4 ടീസ്പൂണിന് താഴെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതിനെ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തെറിക്കും. പിന്നെ നിങ്ങൾക്ക് നല്ല പൊടിപ്പൊടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചാൽ മതി. 3 കപ്പിന് പകരം 2 കപ്പ് എടുത്താൽ മതി. ഞാനിവിടെ 3 കപ്പ് എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് കുറച്ച് വാട്ടറി ആയിട്ട് വേണം, അതുകൊണ്ടാണ്. അടച്ചു വെച്ച് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ റവയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ ചേർത്തേക്കുന്ന റവ സൂചി റവയാണ് കേട്ടോ, ബൻസി റവയല്ല, സൂചി റവയാണ് ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അങ്ങനെ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് നെയ്യും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ഉപ്മാവ് റെഡിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല. അങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചട്നി യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതില്ലെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചെറിയൊരു എരിവും കുറച്ച് പുളിയൊക്കെ ഉള്ളൊരു ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് ഈസി ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകിയ തോരപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തോരപ്പരിപ്പ് ഒരു 1/4 കപ്പിന് മുകളിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഒരു 10-15 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സവാള ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തേക്കുന്നത് ക്യാരറ്റ്, പൊട്ടാറ്റോ, കുമ്പളങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വെള്ളരിക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്, തക്കാളി, പിന്നെ വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, വഴുതനങ്ങ ഇത് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ സാമ്പാർ പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമല്ല, വെജിറ്റബിൾസിൻ്റെ അതേ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി കടുക് വറക്കുമ്പോഴല്ല ചേർക്കുന്നത്, ഇപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് 1-2 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം കേട്ടോ. നിങ്ങളുടെ പരിപ്പിൻ്റെ വേവിനനുസരിച്ചാണ്. പക്ഷേ അപ്പോഴേക്കും വെജിറ്റബിൾസ് ഒക്കെ വെന്തുടയും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം 1-2 വിസിൽ മതിയാവേ. അത് കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞിട്ടില്ല, എന്നാൽ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളിയുടെ കണക്ക് ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറയുന്നില്ല കേട്ടോ. ഒരു ഏകദേശം കണക്ക് വെച്ചൊന്ന് ഒഴിച്ചു നോക്കുക. എന്നിട്ട് ഇനി പുളി വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ സമയത്ത് വെള്ളം നോക്കിയിട്ട് നിങ്ങൾക്ക്, അഥവാ വെള്ളം കുറച്ചും കൂടി നിങ്ങൾക്ക് അത് വാട്ടറി ആയിട്ട് വേണം സാമ്പാറിന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുറച്ച്, ചിലർക്ക് കട്ടിയുള്ള സാമ്പാറാണ് ഇഷ്ടം, ചിലർക്ക് കുറച്ച് വെള്ളം പോലത്തെ സാമ്പാറാണ് ഇഷ്ടം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കുക. നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ, വെട്ടി തിളയ്ക്കണം. അതിൻ്റെ ആ ഒരു പുളിയുടെ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണം. അതേപോലെ സാമ്പാർ നല്ലതുപോലെ തിളച്ച് വരണം. ആ സമയത്ത് എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അഥവാ വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിയുടെ കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടുക് വറക്കുന്ന സമയത്ത് വീണ്ടും സാമ്പാർ പൊടി ചേർക്കാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് സാമ്പാർ പൊടിയൊക്കെ കറക്റ്റ് ആയിരുന്നു, പുളിയും കറക്റ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി താളിച്ചൊഴിക്കുക. അപ്പോൾ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുമല്ലേ. പിന്നെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് വറ്റൽമുളക്, കരിവേപ്പില ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി അത് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില, കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാമ്പാർ പൊടിക്കകത്ത് ഓൾറെഡി കായം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ റെഡിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.